രാജ്യത്തെ റിഫൈനറികളിൽ ഉക്രൈനിയൻ ഡ്രോണുകൾ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് ആഭ്യന്തര ക്ഷാമം ഒഴിവാക്കാൻ ഡീസൽ കയറ്റുമതി നിരോധിച്ച് റഷ്യ. ഇറാൻ യുദ്ധം മൂലമുണ്ടായ വിതരണ തടസ്സം കാരണം ഇതിനകം തന്നെ സമ്മർദ്ദത്തിലായ ആഗോള ഇന്ധന വിപണികളെ ഈ തീരുമാനം കൂടുതൽ ഞെരുക്കിയേക്കാം. കഴിഞ്ഞ വർഷം ആഗോള ഡീസൽ വിതരണത്തിന്റെ ഏകദേശം 11% റഷ്യയുടേതായിരുന്നുവെന്ന് അനലിറ്റിക്സ് സ്ഥാപനമായ വോർടെക്സ ലിമിറ്റഡിൽ നിന്നും ബ്ലൂംബെർഗ് സമാഹരിച്ച ഡേറ്റയിൽ പറയുന്നുണ്ടായിരുന്നു. റഷ്യയിലെ സ്വന്തമായി ഇന്ധനം നിർമ്മിക്കാത്ത വ്യാപാരികൾക്കും മറ്റ് വിൽപ്പനക്കാർക്കും മാത്രമേ ഈ ഇന്ധനത്തിന്റെ കയറ്റുമതി മുൻപ് നിരോധിച്ചിരുന്നുള്ളൂ. ഡീസൽ കയറ്റുമതി ഇന്ന് ഞങ്ങൾ നിരോധിച്ചു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള സർക്കാർ കൂടിക്കാഴ്ചയിൽ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക് പറഞ്ഞു. പെട്രോൾ, ജെറ്റ് ഇന്ധനം എന്നിവയുടെ മിക്ക കയറ്റുമതികളിലും നിലവിലുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെയാണ് ഡീസൽ കയറ്റുമതി നിരോധനം. ഡ്രോൺ ആക്രമണങ്ങൾ നിരവധി റിഫൈനറികൾക്ക് കേടുപാടുകൾ വരുത്തിയതിനെ തുടർന്ന് ആഭ്യന്തര എണ്ണ ഉൽപ്പന്ന വിതരണം ഉറപ്പാക്കുന്നതിനും പമ്പിലെ വില നിയന്ത്രിക്കുന്നതിനും റഷ്യ പാടുപെടുകയാണ്. ഉക്രൈന്റെ ശക്തമായ ആക്രമണങ്ങൾ റഷ്യയുടെ ക്രൂഡ് പ്രോസസിംഗ് നിരക്കുകളെ ഒന്നിലധികം വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് തള്ളിവിട്ടു. തടസ്സങ്ങൾ കാരണം പല പ്രദേശങ്ങളും ഒരു പരിധിവരെ ഇന്ധന റേഷനിംഗ് ഏർപ്പെടുത്താൻ നിർബന്ധിതരായി. നിരോധനത്തിന് മുൻപ് തന്നെ റഷ്യയുടെ ഡീസൽ, ഗ്യാസ് ഓയിൽ കയറ്റുമതി ഗണ്യമായി കുറഞ്ഞിരുന്നു. അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന അവകാശവാദവുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഡൊണാൾഡ് ട്രംപ് ഏകദേശം 90 മിനിറ്റ് ഫോണിൽ സംസാരിക്കുകയും യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിന് സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തുവെന്ന് ക്രെംലിന്റെ മുതിർന്ന സഹായി യൂറി ഉഷാക്കോവ് ഞായറാഴ്ചയാണ് വ്യക്തമാക്കിയത്. അടുത്തയാഴ്ച തുർക്കിയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ട്രംപ് തയ്യാറെടുക്കുന്നതിനിടെയാണ് ശനിയാഴ്ച സംഭാഷണം നടന്നതെന്ന് ഉഷാക്കോവ് പറഞ്ഞു. സംഭാഷണത്തിനിടെ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുന്നതിനും പ്രതിസന്ധി പരിഹരിക്കുന്നതിനുമായി പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ട്രംപ് വീണ്ടും പ്രകടിപ്പിച്ചതായി യൂറി ഉഷാക്കോവ് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പ്രതിസന്ധിയിൽ നിന്നും ഒരു വഴി കണ്ടെത്തുന്നതിനുമുള്ള തന്റെ പ്രതിബദ്ധത US പ്രസിഡന്റ് ആവർത്തിച്ചു. ട്രംപും പുടിനും തമ്മിലുള്ള സംഭാഷണത്തെ വളരെ ക്രിയാത്മകമായി ഉഷാക്കോവ് വിശേഷിപ്പിച്ചു. സംഘർഷത്തിന്റെ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ പരിഹാരം റഷ്യ ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ അതിന്റെ പ്രധാന തന്ത്രപരമായ ആശങ്കകളും താൽപര്യങ്ങളും കണക്കിലെടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉക്രൈൻ അതിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളും യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനും വർദ്ധിപ്പിക്കാനും ശ്രമിക്കുകയാണെന്നും ക്രെംലിൻ ആരോപിച്ചു. ഉക്രൈനും അതിന്റെ സഖ്യകക്ഷികളും സിവിലിയന്മാർക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നും ഉഷാക്കോവ് പറഞ്ഞു. റഷ്യയുടെ പല പ്രദേശങ്ങളിലും ഇന്ധനക്ഷാമത്തിന് കാരണമായ റഷ്യൻ എണ്ണ സ്ഥാപനങ്ങൾക്കും മറ്റ് ലക്ഷ്യങ്ങൾക്കും നേരെയുള്ള ഉക്രൈനിയൻ ആക്രമണങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചത്. റഷ്യൻ സൈന്യം സ്ഥിരമായി മുന്നേറുകയും പ്രദേശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പിടിച്ചെടുക്കുകയും ചെയ്യുന്നുവെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിനോട് യുദ്ധക്കളത്തിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. കിഴക്കൻ ഉക്രൈനിലെ ഡോണറ്റ്സ്ക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാന നഗരമായ കോസ്ത്യാന്റിനിവക റഷ്യ പിടിച്ചെടുത്തതായി വെള്ളിയാഴ്ച റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. എന്നിരുന്നാലും ശനിയാഴ്ച വ്ളാഡിമിർ സെലൻസ്കിയും ഉക്രൈനിയൻ സൈന്യവും ഈ അവകാശവാദം നിരസിച്ചു. നഗരം ഉക്രൈനിയൻ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞു. ഉക്രൈനുമായുള്ള ഏതൊരു കരാറിനും ഡോൺബാസ് മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം ഉൾപ്പെടുത്തണമെന്ന് റഷ്യ നിർബന്ധിക്കുന്നു. ഈ ആവശ്യം അംഗീകരിക്കാൻ ഉക്രൈൻ വിസമ്മതിച്ചു. കഴിഞ്ഞ മാസം പുടിനുമായി ഒരു മുഖാമുഖ കൂടിക്കാഴ്ച നടത്താൻ സെലൻസ്കി നിർദ്ദേശിച്ചെങ്കിലും ക്രെംലിൻ അത് നിരസിച്ചു. US പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് തുടരുമെന്നും ആവശ്യമെങ്കിൽ വീണ്ടും മോസ്കോ സന്ദർശിക്കാമെന്നും ട്രംപ് പറഞ്ഞതായും പറഞ്ഞു. ഇറാനുമായുള്ള നിലവിലുള്ള സംഘർഷങ്ങളിൽ വാഷിംഗ്ടൺ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ സമീപ ദിവസങ്ങളിൽ US നയതന്ത്ര ശ്രമങ്ങൾ മന്ദഗതിയിലായതായി റിപ്പോർട്ടുകളും പറയുന്നു. ഇറാൻ പ്രതിസന്ധിയിൽ US നയതന്ത്ര ശ്രമങ്ങൾ ദീർഘകാലവും പരസ്പരം സ്വീകാര്യവുമായ ഒരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കുമെന്ന് പുടിൻ ട്രംപിനോട് പ്രത്യാശ പ്രകടിപ്പിച്ചതായും പറഞ്ഞു. സംഭാഷണത്തിനിടെ മോസ്കോ സന്ദർശിക്കാനുള്ള ട്രംപിന്റെ ക്ഷണം പുടിൻ ആവർത്തിച്ചു. ട്രംപുമായുള്ള തന്റെ സംഭാഷണം വളരെ നല്ലതാണെന്നും സെലൻസ്കി തന്റെ ടെലിഗ്രാം അക്കൗണ്ടിൽ വിശേഷിപ്പിച്ചു. 1200 കിലോമീറ്റർ ദൈർഘ്യമുള്ള യുദ്ധമുനയിലെ സ്ഥിതിഗതികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തതായും നാറ്റോ യോഗത്തിൽ കൂടുതൽ ചർച്ചകൾ തുടരാൻ സമ്മതിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.